നമ്മൾ കാരണം മറ്റുള്ളവരെ സന്തോഷിക്കുകയെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, നിങ്ങളിടുന്ന ചെറിയൊരു കമൻ്റ് ആണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. എൻ്റെ വീഡിയോസിന് കമൻ്റൊക്കെ വരാൻ തുടങ്ങിയതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ റംസീന നസീർ തട്ടിക്കൂട്ട് പരിപാടീസ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുവിധം സെറ്റാക്കിയ ശേഷം നേരെ അലൈത മോളെ കാണാൻ വേണ്ടി വന്നു കേട്ടോ. ഇന്ന് ലീവുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതാ ഉണ്ടോ, അവൾ എന്നെ കണ്ടതും അവളുടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു. രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു. ധനിയത്തിൻ്റെ മോനാണ്. പിന്നെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ എളാമ നല്ല ഭൂരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മസാല ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ട്. അതൊന്ന് രണ്ടെണ്ണമൊക്കെ തട്ടിവിട്ട ശേഷം നേരെ ഞാനിതാ വീട്ടിലോട്ട് വിളിച്ച് നടന്നോട്ടോ. അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് വീട്. സൺഡേ ആയതുകൊണ്ട് തന്നെ മദ്രസ 10 മണി വരെ ആയിരുന്നു. പിന്നെ ഒക്കെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാക്കി കൊണ്ടുവന്ന് ചിക്കൻ എളുപ്പം ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കറി വെച്ചു. എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം ഇതാ ഉച്ചക്കലേക്കുള്ള ചിക്കൻ കറിയല്ല, ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ചിക്കനൊക്കെ മസാല തേച്ചു സംഭവം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ചോദിക്കൊന്നുമില്ല, ഞാനായിട്ട് പറയും. വീണ്ടും ബാക്കി വന്ന ചിക്കനിലോട്ട് മസാലയൊക്കെ തേച്ച് നേരെ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ ചിക്കന് ബീഫൊക്കെ വാങ്ങിയാൽ കുറച്ച് ഇങ്ങനെ 2-3 പ്രാവശ്യം വെക്കുന്നത്? ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഒറ്റയടിക്ക് വെച്ച് തീർക്കൊന്നുമില്ല. അങ്ങനെ ഓരോ റെസിപ്പികളായിട്ട് ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. വൈകുന്നേരം ആയപ്പോൾ ഇതാ ചായക്ക് അടിപൊളി പഴംപൊരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചൂട് പഴംപൊരി പാൽച്ചായയും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. അതിന് ശേഷം ഞങ്ങൾ ഇതാ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, ബൈ ടാറ്റാ.